ഒന്നാമത്തെ രൂപം നേരെ നമ്മളെ കരിപ്പൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നോ ജിദ്ദയിലേക്ക് പോകുന്നു. ജിദ്ദയിൽ നിന്ന് ബസ് മാർഗം നേരെ ഹറമിലെത്തുന്നു, ഉംറ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു കൂട്ടം നേരെ അങ്ങോട്ട് പോകുന്ന ആളുകൾ. രണ്ടാമതൊരു വിഭാഗം ഇവിടെ നിന്ന് നേരെ മദീനയിലേക്ക് പോകുന്നു. മദീനയിൽ നിന്ന് ഒരു 8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അവിടെ താമസിച്ച് പിന്നീട് ഉംറയ്ക്ക് വേണ്ടി നേരെ മക്കയിലേക്ക് പോകുന്നു, അവിടുന്ന് ഇഹ്റാം ചെയ്ത്. അപ്പോൾ മദീനയിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാകും, മക്കയിലേക്ക് നേരിട്ട് ഇഹ്റാം ചെയ്ത് പോകുന്ന ആളുകളും ഉണ്ടായിരിക്കും. അതിൽ ഞാൻ ആദ്യമായി പറയുന്നത് ഇവിടെ നിന്ന് നേരിട്ട് ഇഹ്റാം ചെയ്ത് പോകുന്ന ആളുകളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ബാഗേജിലൊക്കെ ആകെ നിങ്ങളുടെ കയ്യിലുള്ള ബാഗിൽ ഇഹ്റാമിൻ്റെ വസ്ത്രം കരുതുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ബാഗിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഇന്ന് രാവിലെ കൊണ്ടുപോരാൻ നമ്മൾ കുളിച്ചല്ലോ. വെള്ളിയാഴ്ച നിർബന്ധമായും നമ്മളൊരു കുളിക്കാറുണ്ടല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും കുളിക്കൽ നിർബന്ധമാണ് ഇസ്ലാമിൽ. അത്രയും മാത്രം പ്രാധാന്യപ്പെട്ടതാണ് ഒരു കുളി, വെള്ളിയാഴ്ചത്തെ കുളി, പെരുന്നാളിൻ്റെ കുളി. അതൊരു നിർബന്ധമായി നബി പഠിപ്പിച്ച പ്രധാനപ്പെട്ടൊരു കുളിയാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരം സഹിയാകാതിരിക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല, നബി വല്ലാതെ കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുളിക്കാറുണ്ട്. ആ കുളി തന്നെയാണ് ഈ ഇഹ്റാമിൻ്റെയും കുളി. പക്ഷെ വെള്ളിയാഴ്ചത്തെ കുളിയിൽ നമ്മളൊരു നിയ്യത്ത് ചെയ്യും, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാക്ക് വേണ്ടിയാണ് ഈ കുളിക്കുന്നത് എന്ന്. അതൊരു മനസ്സിൽ കരുതും. അതല്ലാതെ അവിടുന്ന് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ വെള്ളിയാഴ്ചത്തെ കുളി കുളിക്കുന്നു. അതുപോലെ ജനാബത്ത് കുളിക്കുന്ന, അശുദ്ധിയിൽ നിന്ന് കുളിക്കുന്നവരാണ് നമ്മളൊക്കെ. അശുദ്ധി ഉണ്ടാകുമ്പോൾ ആ അശുദ്ധി കുളിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതും, 4 ദിവസം അശുദ്ധിയായിരുന്നു, ഇന്നിപ്പോൾ ഇനി കുളിക്കുകയാണ്, അശുദ്ധിയുടെ കുളിയാ മനസ്സിൽ കരുതും. ജനാബത്തുകാരനും അങ്ങനെ കുളിക്കും. ആ നിലക്ക് ഇഹ്റാമിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് എപ്പോഴാണ്? അതിന് നാളും നക്ഷത്രവും മുഹൂർത്തങ്ങളൊന്നും കാണേണ്ടതില്ല. അതൊക്കെ നിങ്ങൾക്ക് ഉപദേശം കിട്ടും. ചൊവ്വാഴ്ച ഇറങ്ങാൻ പാടില്ല, ശനിയാഴ്ച ഇറങ്ങാൻ പാടില്ല, സുബഹിന് മുമ്പ് ഇറങ്ങാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബഹി നമസ്കരിച്ച ഒരാൾ അന്ന് നഹസില്ല. സുബഹി നിസ്കരിക്കാഞ്ഞാൽ അന്ന് അവൻ്റെ ദിവസം പോക്കാണ്, കൊളാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഏത് ദിവസവും നിങ്ങൾക്ക് ഇറങ്ങാം. അപ്പോൾ നേരെ നെടുമ്പാശ്ശേരി ആയിരിക്കും അല്ല കരിപ്പൂരായിരിക്കും മിക്കവാറും നമ്മളെ ആളുകൾ. അങ്ങനെയാണെങ്കിൽ എവിടേക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി നമുക്ക് കുളിക്കാം. ഇപ്പോൾ കരിപ്പൂരൊക്കെ ഇറങ്ങിയിട്ട് ചിലപ്പോൾ 2 ദിവസമോ അല്ലെങ്കിൽ 1.5 ദിവസമോ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് കുളിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്താണ് ഇസ്ലാമിൽ റസൂലുള്ളാഹി പഠിപ്പിച്ച കുളി എങ്ങനെയാണ്? ആദ്യം ശരീരത്തിലുള്ള എല്ലാ കഴുകിക്കളയേണ്ട ഭാഗങ്ങൾ, കക്ഷത്തിലും കഴുത്തിലും പള്ളമ്മലും അടിഭാഗങ്ങളിലൊക്കെ നമ്മൾക്ക് വേർപ്പും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ച്, അത് നമ്മൾ സാധാരണ കുളിക്കുമ്പോഴും ആദ്യം അത് കഴുകിക്കളയല്ലോ. അത് കഴുകിക്കളഞ്ഞ് ഉളു എടുക്കും. അത് പലരും ചെയ്യാറില്ല. ഇസ്ലാമിൽ നബി പഠിപ്പിച്ച കുളി അങ്ങനെയാണ്, കഴുകിക്കളഞ്ഞ് ഉളു എടുക്കണം. സാധാരണ നിസ്കാരത്തിന് വേണ്ടി ഉളു എടുക്കുന്ന പോലെ ഉളു എടുക്കുന്നു. പിന്നീട് വലത് ഭാഗത്ത് കൂടി നബി വെള്ളമൊഴിക്കും, ഇടത് ഭാഗത്ത് കൂടി പിന്നീട് ഒഴിച്ച്, പിന്നെ ശരീരത്തിൽ കഴുകാനൊന്നുമില്ലല്ലോ, വെള്ളം നനച്ച് കുളി അവസാനിപ്പിക്കും. അപ്പോൾ നമ്മൾ കുളി അതാണ് ഇസ്ലാമിൽ പഠിപ്പിച്ച കുളി. അപ്പോൾ നമ്മളൊരു ഒന്നു എടുത്ത് വെള്ളം വലതും ഇടതും ഷവറിൻ്റെ ചോട്ടിരുന്ന്, അങ്ങനെയെങ്കിൽ മുക്കി കുളിക്കുകയാണ്, അല്ലെങ്കിൽ പുഴയിലിറങ്ങിയ കുളത്തിലിറങ്ങിയ കുളിക്കുകയാണെങ്കിലും ഈ നിയ്യത്ത് വേണം. അത്രയേ ഉള്ളൂ, ഈ നിയ്യത്ത് വേണം. നിങ്ങൾ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കണം എന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധരിച്ചു പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് പുരുഷന്മാർ, സ്ത്രീകൾക്ക് ഇതേ വസ്ത്രം തന്നെയാണല്ലോ. ഇപ്പോൾ കരിപ്പൂരിലെത്തിയിട്ട് നമ്മൾക്കൊരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ 12-15 മണിക്കൂറൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകും. പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ പോകുന്നവർക്ക് ഒരു 2-4 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഇനി അവിടുന്ന് ധരിച്ചാലും മതി. അവിടുന്ന് ധരിക്കുമ്പോൾ നമ്മളിട്ട കുപ്പായവും തുണിയും ട്രൗസറും ബനിയനൊക്കെ എടുത്ത് നമ്മളെ ബാഗിൽ ഇടണം എന്ന് മാത്രം. അതല്ലെങ്കിൽ ഇവിടെ തന്നെയാണ് ധരിച്ചു പോയാൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു തുണിയും ഒരു മുണ്ടും അതിലുള്ളൂ, ഒരു മേൽമുണ്ടും. മേൽമുണ്ട് അഴിഞ്ഞു പോകുന്നതിന് വേണമെങ്കിൽ മോട്ടർ സൂചി വാങ്ങിയിട്ട് സേഫ്റ്റി പിന്നൊക്കെ വാങ്ങി കുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു തുണിയും മുണ്ടും അതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെറുപ്പത്തിലെ ബനിയനും ട്രൗസറും ഷഡ്ഡിയും ഒക്കെ ഇട്ട് വളർന്ന ആളുകളെ, ചെറിയ കുട്ടികൾ വരെ പാൻറ്റും കുപ്പായത്തിൻ്റെയും തുണിയുടെയും ഉള്ളിൽ അതൊക്കെ എടുക്കും. അതുകൊണ്ട് പൊക്കിളിൻ്റെ താഴെ തുണി ഇറങ്ങിയാലും പാൻറ്റ് ഇറങ്ങിയാലും കാണൂല, അവരത്ത് മറയില്ല. അവർക്ക് കാണുന്ന ഒരവസ്ഥയല്ല, കാരണം ചെറുപ്പത്തിൽ നമ്മൾ ശീലിച്ചതാണ്. പക്ഷെ പലരും
ആകെ ഒരു വെറും തുണി മാത്രം ഉടുക്കല്. ചിലർ തുണി ഉടുത്തന്നെ പരിചയമില്ല. ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ തുണി ഉടുക്കലെന്നെ പരിചയമില്ലാത്ത ആളുകളാണ്. അപ്പോൾ തുണി ഉടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകും. കാരണം അവിടെ ഉറച്ചു നിൽക്കാൻ കഴിയില്ല, തുണി ഉടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രയാസം. ബെൽറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം. നമ്മളെ മലപ്പുറം ബെൽറ്റ് വേണമെങ്കിൽ കെട്ടാം, അല്ലെങ്കിൽ സാധാരണ ഏത് തരത്തിലുള്ള ബെൽറ്റും. ആ ബെൽറ്റ് മേലെ തുന്നുണ്ടാവുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു നല്ല ബെൽറ്റ് വാങ്ങിയിട്ട് അത് കെട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും തവാഫിൻ്റെ സമയത്ത് ഈ പൊക്കിളിൻ്റെയും താഴെ നാഭിയിലേക്ക് തുണി ഇറങ്ങി ആകെ കൂടിയും ഒരു ഹാലിൽ ഔറത്തും കാണിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനും കൂടി പറ്റില്ല. അങ്ങനത്തെ ഒരു ദുരന്തം വരാറുണ്ട്. അങ്ങനത്തെ ആളുകൾ എന്താണെന്ന് വെച്ചാൽ വലിയ പള്ളം ഉണ്ടാവും, തുണി എടുത്ത് ശീലമില്ല, പാൻറ്റിട്ടേ ശീലമുള്ളൂ, അതുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൊക്കിൾ മറയുന്ന രൂപത്തിൽ ബെൽറ്റ് ധരിച്ച് കൃത്യമായിട്ട് നമ്മൾ നിര്യാണിക്ക് മീതെ തുണി കൊടുത്തുകൊണ്ടൊരു തുണിയും ഒരു മുണ്ടും, അതാണ് ഇഹ്റാമിൻ്റെ വേഷം. ആ ഇഹ്റാം ആവുന്നതിന് മുമ്പ്, കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ നഖമൊക്കെ മുറിച്ച് മുടിയൊക്കെ വേണമെങ്കിൽ വൃത്തിയാക്കേണ്ട ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി ഒന്ന് ഒരുങ്ങണം. കാരണം ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നഖമെടുക്കാൻ പാടില്ല, ചീന്തി നിൽക്കുന്ന നഖം പോലും നമ്മൾ കടിച്ച് തുപ്പാൻ പാടില്ല, മുടിയും ഇതൊന്നും പറിച്ച് കളയാൻ പാടില്ല, വെട്ടിക്കളയാൻ പാടില്ല ഇഹ്റാമിൻ്റെ സമയത്ത്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങി നമ്മൾ ഇവിടുന്ന് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാ സമയത്തും ചെയ്യാറുള്ളത് പോലെ നമുക്ക് വേണമെങ്കിൽ ഒളു എടുത്താൽ എപ്പോഴും 2 റക്അത്ത് നിസ്കരിക്കാം. അതൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ. നമ്മളെപ്പോൾ ഇവിടുന്ന് ഒരു ഒളു എടുത്തു കൊണ്ട് വരികയാണെങ്കിൽ അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ 2 റക്അത്ത് ഒളുവിൻ്റെ സുന്നത്ത് എപ്പോഴും നമസ്കരിക്കാം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞിട്ടുണ്ട്, ബിലാലെ, നിങ്ങളുടെ കാല് സ്വർഗത്തിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ കൂടി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് റഅയ്തു ദഫൻ അലൈക ഫിൽ ജന്ന എന്ന് നബി പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, ഞാൻ വുളു എടുത്ത് ഞാൻ നമസ്കരിക്കാറുണ്ട്, ഓരോ വുളുവിനും ഞാൻ കഴിയുന്നത്ര നമസ്കരിക്കാറുണ്ട്, സുന്നത്തുകളും ഫർളുകളൊക്കെ എന്ന് പറയുന്നതായിട്ട് ഹദീസിൽ കാണാം. അപ്പം നമ്മൾ എപ്പോൾ വുളു എടുത്താലും, അതിന് ഹജ്ജിൻ്റെ വുളു അല്ല, ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല, എപ്പോൾ വുളു എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് ഒരു പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വുളു എടുത്ത് കുളിച്ച് ഇങ്ങോട്ട് കയറി ഹജ്ജിന് പോവല്ലേ, ഇറങ്ങാൻ പോവല്ലേ, 2 റക്അത്ത് നമസ്കരിക്കുന്നു. ഇഹ്റാമിൻ്റെ ഉദ്ദേശത്തോടു കൂടി 2 റക്അത്ത് ഇല്ല. അത് ഞാൻ അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ്. ഇഹ്റാമിൻ്റെ 2 റക്അത്ത് എന്നുള്ളതൊന്നുമില്ല. തവാഫിൻ്റെ 2 റക്അത്ത് ഉണ്ട്, അത് നമുക്ക് പറയാം. വുളുവിൻ്റെ 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചെല്ലേണ്ടത് എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹാരിസ് മൗലവി പറഞ്ഞല്ലോ, നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കാണ്. നമ്മളെ മക്കളും കുടുംബങ്ങളും കച്ചവടവും നമ്മളെ പറമ്പും അവിടെ തെങ്ങ് നനക്കാണ്ട്, മറ്റേടത്ത് പച്ചക്കറി അവിടെ കുഴിച്ചിട്ട് പോകുന്നതാണ് നനക്കാണ്ട്, അതുപോലെ വാപ്പാക്ക് സുഖമില്ല, അമ്മാക്ക് സുഖമില്ല, മക്കളുടെ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അള്ളാഹ് വിളിച്ചിട്ട് പോവുകയാണല്ലോ. നമ്മൾ അള്ളാഹുവിൻ്റെ വിരുന്നുകാരാണ്. അതെപ്പോഴും നമ്മൾ ആ ഒരു പ്രയോറിറ്റി നമുക്ക് വേണം. നമ്മൾ വിരുന്നുകാർ വീട്ടിൽ ചെല്ലുമ്പോൾ, നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കുക, ഇനിയിപ്പോൾ എന്തോന്ന് വിളിച്ചു ചോദിക്കും, എന്താ അവിടെ ഉള്ളത്, എന്തെങ്കിലും വേണോ, കറിയൊക്കെ എന്തെങ്കിലും വേണോ, പച്ചക്കറി വേണോ, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ ഒക്കെ വിളിച്ച് ചെന്നിട്ടേ ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കാറുള്ളൂ. കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഇവിടെ അതല്ല, ഇവർ അള്ളാഹുവിൻ്റെ വിരുന്നുകാരാണ് നമ്മൾ. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകല്ല. അള്ളാഹ് നമുക്ക് കൊണ്ട് തരാൻ വേണ്ടി ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മഗ്ഫിറത്തും റഹ്മത്തും ബർക്കത്തും അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ ഉറപ്പ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ആ തവക്കുലാണ് സഹോദരന്മാരെ നമ്മുടെ ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തവക്കുലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹജ്ജിൻ്റെ ചരിത്രം തന്നെ തവക്കുലാണ്. ഹജ്ജിൻ്റെ ചരിത്രം തന്നെ തവക്കുലാണ്. എന്താ അറിയോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം താമസിച്ചിരുന്നത് അവിടുന്ന് എത്രയോ 1 മാസം യാത്ര ചെയ്ത് പോകേണ്ട ഫലസ്തീനിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം താമസിച്ചിരുന്നത്. അന്ന് ഹജ്ജില്ലാത്ത കാലത്ത്, ഹജ്ജും കഅബയൊന്നും പടുത്ത് ഉയരാത്ത കാലത്ത്. കഅബ നിൽക്കേണ്ട സ്ഥലം, കഅബ നിൽക്കേണ്ട ആ മരുഭൂമിയിൽ ചുറ്റുഭാഗത്തും മല കൊണ്ട് ചുറ്റിയ ആ പ്രദേശത്ത് കഅബ എവിടെ സ്ഥാപിക്കണം എന്ന് അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സ്ഥലം അല്ലാഹു തആല
ആ സ്ഥലത്ത് ഒരു കല്ല് കൊണ്ടുപോയിട്ട് അടയാളം വെച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഹജറുൽ അസ്വദ് അതായിരുന്നു. സ്വർഗത്തിൽ നിന്ന് മലക്കുകൾ കൊണ്ടുവന്ന് വെച്ച ഒരു കല്ലാണതെന്നും അത് കഅബ അല്ലാഹു തആല കഅബ ഉണ്ടാക്കേണ്ട ആ സ്ഥലത്ത് നേരത്തെ കൊണ്ടുപോയി വെച്ചിരുന്നു. അതിൻ്റെ ആ കല്ലിൻ്റെ ചുറ്റുഭാഗത്തും ചെറിയൊരു മണലിൻ്റെ കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ഇപ്പം കാണുന്ന ഈ മിനാരങ്ങളും ഇതൊക്കെ കാണുന്ന കണ്ടില്ലേ, അവിടെ ആ മിനാരങ്ങളൊക്കെ അവിടെ ഈ ഒരു സ്ഥലത്ത് ചുറ്റുഭാഗത്തും പിന്നെ മലകളാണ്. ഒരു ഭാഗം മാത്രമാണ് മിസ്ഫല എന്ന് പറയുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലം, താഴ്ന്ന സ്ഥലം എന്നാ മിസ്ഫല. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മലകളാണ്. അവിടെ ഒരു കുന്നുണ്ടായിരുന്നു, അവിടെ ഒരു ചെറിയ ഒരു മുള്ള് വൃക്ഷം ഒരു മരം ഉണ്ടായിരുന്നു, അവിടെ ഒരു കല്ലും ഉണ്ടായിരുന്നു. അതാണ് കഅബൻ്റെ അന്നത്തെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചിത്രം നോക്കിയാൽ മതി. വേറൊരു മനുഷ്യനുമില്ല, ഒരു ഈച്ച പോലും പാറാത്ത വിജനമായ പ്രദേശമാണ്. പിന്നീടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയുകയാണ്, ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന ഖുദ്സിൽ ബൈത്തുൽ മുഖദ്ദസിൽ താമസിക്കുന്ന പലസ്തീനിൽ താമസിക്കുന്ന ഇബ്രാഹിം നബിയോട് നിന്റെ ഭാര്യ ഹാജറയെയും ആ പ്രസവിച്ച കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈ കഅബയിലേക്ക് വരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ഇത്രയും ഒരു മാസത്തെ വഴിദൂരം വഴി കാണിച്ചു കൊടുത്തത് എന്നൊക്കെ സീറകളിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയപ്പോൾ ഹാജറിനെയും കൂട്ടി, ഹാജറ നമുക്ക് ഇവിടെ താമസിക്കേണ്ടതില്ല, നമ്മളെ വീടിന് പലസ്തീനല്ല, നീ ഇവിടുന്ന് പോരണം. എന്നിട്ട് കുട്ടീനെ എടുത്ത് തോൽപാത്രത്തിൽ വെള്ളവും കിട്ടുന്ന സാധനങ്ങളുമായിട്ട് ഭക്ഷിക്കാൻ എന്തെങ്കിലും കരുതിക്കൊണ്ട് അദ്ദേഹം നടന്നു പോരുകയാണ് ഈ മരുഭൂമിയിൽ കൂടി. ജിബ്രീൽ അലൈഹിസ്സലാം വഴികാട്ടിയുണ്ട്. ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. എത്തി നോക്കുമ്പോൾ ഇവിടെയാണ്, ആരുമില്ല, ഒരു മനുഷ്യനും അവിടെ ഇല്ല, ഒരു ഈച്ച പോലും പറക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹു വഹി കൊടുത്തു, ഇബ്രാഹിം നീ കുട്ടീനെ അവിടെ വെക്ക്, ആ സ്ത്രീയെയും അവിടെ വെക്ക്, ആ ഭക്ഷണ സാധനങ്ങളും അവിടെ വെക്ക്, എന്നിട്ട് നീ തിരിച്ചു പോ. എന്തൊരു കടുത്ത പരീക്ഷണമാണ്, നീ പൊയ്ക്കോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുന്ന് ഒന്നും മിണ്ടാതെ തിരിച്ചു പോവുകയാണ്. വേറെ ഒന്നുമില്ല, അവിടെ വെച്ചോ, നീ പൊയ്ക്കോ. കടുത്ത ഒരു കൽപ്പനയാണ്. ആരുണ്ട് എൻ്റെ മക്കൾക്ക്? ഈ കുഞ്ഞിന് ആരുണ്ട് രക്ഷപ്പെടുത്താൻ? ഈ പാത്രത്തിലെ വെള്ളം കഴിഞ്ഞാൽ ആര് വെള്ളം കൊടുക്കാനുണ്ട്? ഒന്നും ഇബ്രാഹിം നബി ചിന്തിച്ചില്ല. അള്ളാഹിൻ്റെ കൽപ്പന അങ്ങനെയാണ്. അങ്ങോട്ട് പോയി തിരിച്ചു നടന്നു. ഹാജറ ചോദിച്ചു, യാ ഇബ്രാഹിം ഇലാ ഐന അൻത യാ ഇബ്രാഹിം, എങ്ങോട്ടാണ് ഇബ്രാഹിമെ പോകുന്നത്? ഇബ്രാഹിം നബിക്ക് മിണ്ടാനൊന്നുമില്ല, എങ്ങോട്ടാണ് പോകുന്നു പറയാനില്ലല്ലോ. അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ചല്ലേ. അദ്ദേഹം തിരിഞ്ഞു നോക്കാൻ പോലും, കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും സങ്കടം കൊണ്ട് കഴിയാതെ അദ്ദേഹം മുന്നോട്ട് നടന്നു പോയാൽ കാണുന്നത് മലയാണ്. മല കയറി വീണ്ടും ഹാജറ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇലാ ഐന അൻത യാ ഇബ്രാഹിം, എവിടേക്കാണ് ഇബ്രാഹിമെ പോകുന്നത്? ഒന്നും മിണ്ടില്ല, തിരിഞ്ഞു നോക്കിയില്ല. അതിന് മാത്രമുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. അദ്ദേഹം നടന്നു മല കയറി. ഇനിയുള്ളത് ഒരു സ്റ്റെപ്പ് കൂടി വെച്ചാൽ മലയുടെ അപ്പുറത്തേക്കാണ്. ഹാജറിനെ കാണില്ല, ഹാജറക്ക് ഇബ്രാഹിമിനെ കാണില്ല, കുട്ടിയെ കാണില്ല. അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഹാജറ ചോദിച്ചു, ഇലാ ഐന അൻത യാ ഇബ്രാഹിം അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഈ പോകുന്നത്, ഞങ്ങളെ ഇവിടെ ഇട്ട് പോകുന്നത്? ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഞങ്ങളെ ആക്കി പോകുന്നത് അല്ലാഹു കൽപ്പിച്ചിട്ടാണോ? അപ്പം മാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മറുപടി കിട്ടി. ഇതുവരെ എങ്ങോട്ടെന്ന് പോകുന്നത് എന്ന് ചോദിച്ചതിന് മറുപടി ഇല്ല. ഇപ്പൊ മറുപടി ഉണ്ട്, അള്ളാഹു കൽപ്പിച്ചിട്ടാണോ? ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നിട്ട് വിളിച്ചു പറഞ്ഞു മലയുടെ മുകളിൽ വെച്ച്, നഅം അമറനില്ല, അള്ളാഹു കൽപ്പിച്ചിട്ടാണ്. ഇദൻ ലാ യുളയ്യഉനല്ലാഹ്, അപ്പ കിട്ടിയ ഹാജറിന്റെ മറുപടി. അതാണ് നമുക്ക് വേണ്ട തവക്കുല്. എങ്കിൽ ഇദൻ, അള്ളാഹു കൽപ്പിച്ചിട്ടാണ് ഈ പോക്കെങ്കിൽ, ലാ നിങ്ങൾ പോയിക്കൊള്ളുക, ലാ യുളയ്യഉനല്ലാഹ്, അള്ളാഹു ഞങ്ങളെ കൈവിടില്ല. അതാണ് തവക്കുൽ. അള്ളാഹു കൈവിടില്ല എന്ന് പറഞ്ഞപ്പോൾ ഹാജറക്ക് എന്താ ഉള്ളത്? അവിടെയുള്ള മരക്കൊമ്പിൽ, അവിടെ സംസം നിന്നിരുന്ന സ്ഥലത്ത് ഒരു മരമുണ്ടായിരുന്നു ചെറിയ. ആ മരക്കൊമ്പിൽ തൂക്കിയിട്ട വസ്ത്രങ്ങളും കുറച്ച് വെള്ളവും കുറച്ച് റൊട്ടിയും മാത്രമാണുള്ളത്. ഒരു മനുഷ്യൻ അവിടെ ഇല്ല. എങ്കിലും ഹാജറ അള്ളാഹുവിൽ തവക്കുലാക്കി, ഇതെല്ലാ യുളയ്യഉനല്ലാഹ്, അള്ളാഹു ഞങ്ങളെ കൈവിടില്ല. സഹോദരന്മാരെ, അതാണ് നിങ്ങളുടെ തവക്കുല്. നമുക്കുണ്ടാവേണ്ട തവക്കുലത. അതൊന്നും കൈവിടില്ല. അത് കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയി, എന്നോ പോയി. പിന്നെ ഹാജറക്ക് വിവരമില്ല.
ആ കുട്ടിയും പെണ്ണും അവിടെ താമസിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു. ഹാജർക്ക് പരിഭ്രമമായി, എൻ്റെ കുട്ടി പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിന് വേണ്ടി. ആ സമയത്ത് അത് കാണാൻ പോലും കഴിയാതെ, കുട്ടി പടഞ്ഞ് കാലിട്ട് പടയുന്നത് കാണാനുള്ള ശേഷിയില്ലാതെ, ആരും രക്ഷകനില്ലല്ലോ എന്ന ആ ഒരു ഭയം, എങ്കിലും അള്ള കൈവിടുകയില്ല എന്ന ആ തവക്കുലിൻ്റെ ഉറപ്പ്, അതോടുകൂടി ആ ഒരു ഉറപ്പോടുകൂടി ഹാജറ റളിയല്ലാഹു അൻഹ അടുത്തുള്ള ഒരു ചെറിയ കുന്നിൻ മുകളിലേക്ക് കയറി. അതാണ് സഫ. നിങ്ങൾ കയറും, നിങ്ങൾ സഫയെ കാണും ഇൻഷാ അല്ലാഹ്. സഫായുടെ മുകളിലേക്ക് കയറി 4 ഭാഗത്തും നോക്കി, ആരെങ്കിലും വരുന്നുണ്ടോ, പടച്ചോന്റെ വല്ല സഹായം കിട്ടുമോ, ആരെങ്കിലും ഈ വഴിക്ക് വരുന്നുണ്ടോ? ആരെയും കാണുന്നില്ല. അവർ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട്, പടച്ചോനെ എൻ്റെ കുട്ടി ഞാനും എൻ്റെ കുട്ടിയെയും രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി മർവാ മലയിലേക്ക് കയറി. ഏകദേശം 1/2 കിലോമീറ്റർ സഫയിൽ നിന്ന് ഇറങ്ങി മർവാ മലയിലെത്താനുണ്ട്. അവിടേക്ക് കയറി, അവിടെ ചെന്ന് 4 ഭാഗത്തും നോക്കി, കാണുന്നില്ല. പടച്ചോനെ എൻ്റെ കുട്ടി. 7 വട്ടം ആ സ്ത്രീ അള്ളാഹുവിൻ്റെ സഹായം കിട്ടും കിട്ടാതിരിക്കില്ല, അള്ളാഹു ഞങ്ങളെ കൈവിടില്ല എന്ന പ്രതീക്ഷയോടുകൂടി 7ാമത്തെ വട്ടം മറുവയിൽ ചെന്നപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കി, കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നില്ല, കരച്ചിൽ നിന്നിരിക്കുന്നു. മറ്റെന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. കുട്ടി മരിച്ചുപോയോ എന്ന പരിഭ്രമത്തിൽ ഹാജറ റളിയല്ലാഹു അൻഹ കഅബയുടെ അടുത്തേക്ക്, അത് കഅബ ഇല്ല അവിടെ, ആ കുട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കുട്ടിയുടെ കാലടിയിൽ നിന്ന് വെള്ളം വരുന്നു. ഹാജറ ഓടി വന്ന്, നിക്ക്, ഞാൻ കുട്ടിക്കൊന്ന് കുടിപ്പിക്കട്ടെ. അതവിടെ നിർത്തി കല്ല് കെട്ടി മണൽ കെട്ടി വെച്ച് ചെറിയ കുഴിയാക്കി തടമാക്കി കെട്ടി നിർത്തി. ആ സംസം കുട്ടിയുടെ തലയിലൊഴിച്ചു, വായിലൊഴിച്ചു കൊടുത്തു. ഹാജറയും കുടിച്ചു, സന്തോഷമായി. ഇതാ തവക്കുലിൻ്റെ ഫലം സംസമാണ്. നിങ്ങൾ തവക്കുൽ ചെയ്യൂ, അള്ളാഹുവിൻ്റെ സംസം നിങ്ങൾക്ക് കിട്ടും. അത് ഇവിടുന്നും കിട്ടും, അവിടുന്നും കിട്ടും. അവിടുന്ന് സംസം നേരെ കുടിക്കാം. ഇവിടുന്നും അള്ളാഹുവിനെ തവക്കുലാക്കിയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടി വരും. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെയാണ് തവക്കുലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കുറേ കാലം, മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കുട്ടി കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്, സന്തോഷിച്ചു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ കുട്ടി വിവാഹം ചെയ്തിട്ടുണ്ട്. അവിടെ ആളുകൾ ഈ സംസം വെള്ളമുണ്ടായപ്പോൾ ഷാമിൽ നിന്ന് യമനിലേക്ക് യാത്ര പോകുന്ന ആളുകളുണ്ട്, യമൻകാരായ ആളുകൾ. അതിൻ്റെ അപ്പുറത്തുകൂടി അവിടെ നിങ്ങൾക്ക് കാണാം കുദൈ എന്ന് പറഞ്ഞ സ്ഥലം, കുദൈ അവിടെ ബോർഡ് വെച്ച് കാണാം. കുദൈ ഭാഗത്തു കൂടി നടന്നു പോകുമ്പോൾ ആരോ യാത്രക്കാർ പറഞ്ഞു, അവിടെ പക്ഷി പറക്കുന്നുണ്ടല്ലോ, ഒന്ന് പോയി നോക്കി. ആ മലൻ്റെ അപ്പുറത്തുനിന്ന് പോയി നോക്കി. അവിടെ പക്ഷി പറക്കുന്നത് വെറുതെ അല്ല, വെള്ളമുള്ള സ്ഥലത്താണ് പക്ഷി പറക്കാൻ. പോയി നോക്കിയപ്പോൾ അവിടെ ഒരു തള്ളയും കുട്ടിയും സുഖമായി കഴിഞ്ഞുകൂടുന്നു. അപ്പം അവർക്ക് ആളെ കിട്ടി, എന്തോ ഇവിടെ നല്ലൊരു സ്ഥലമാണെന്ന് തോന്നി. അവർ സമ്മതം ചോദിച്ചു, ഞങ്ങളും ഇവിടെ കഴിയട്ടെ ഈ വെള്ളത്തിൻ്റെ അടുത്ത്. അവർക്ക് മതിയായിരുന്നു വെള്ളം. അവിടെ കഴിഞ്ഞു. യമനക്കാരായ ആളുകൾ അവിടെ താമസം തുടങ്ങി. പിന്നീട് അവരും പെറ്റുപെരുകിയ ആളുകളുണ്ടായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവരിൽ നിന്നൊരു കല്യാണം കഴിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കല്യാണം ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് 2ാമതൊരു വിവാഹം ചെയ്തു. ആ ഗോത്രം ജുർഹും ഗോത്രത്തിൽ നിന്ന് തന്നെ. അങ്ങനെ ഇസ്മായിലും പിന്നീട് ഹാജറ റളിയല്ലാഹു അൻഹ മരിക്കുന്നു. ഇസ്മായിൽ അവിടെ ഒരു കുടുംബമായി ജീവിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു വരുന്നു. അതിനിടയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എൻ്റെ കൽപ്പന അള്ളാഹു നൽകുന്നത്, ഇവിടെ നമുക്കൊരു വീടുണ്ടാക്കണം. അള്ളാഹുവിൻ്റെ വീട്, ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക, അനുഗ്രഹീതമായ ബക്കയിൽ, മക്ക 2 പേരുണ്ട്, മീമുണ്ട് ബാഉണ്ട്. അവിടെ അള്ളാഹു ആദ്യമായി അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഒന്നാമത്തെ വീട് അള്ളാഹു ഇബ്രാഹിം നബിയോട് നിർമ്മിക്കാൻ പറയുന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് 12 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ ചരിത്രത്തിൽ അഭിപ്രായം, അന്നൊന്നും ആരും എഴുതി വെച്ചതല്ലല്ലോ, അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും ഇസ്മായിലിനോട് പറയുന്നു, മോനെ ഇവിടെ ഒരു വീടുണ്ടാക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, നമുക്കിവിടെ ഒരു വീടുണ്ടാക്കണം. ബാപ്പ കല്ല് വെട്ടിക്കൊണ്ടുവന്ന് തരാം, ഇവിടെയാണ് ഉണ്ടാക്കേണ്ടത്. നീ കല്ല് അവിടെ ചുമടേറ്റി ഇവിടെ കൊണ്ടുവന്ന് വെക്കണം.
അങ്ങനെ വാപ്പിയും മകനും കൂടി വീടുണ്ടാക്കുന്നു. കഅബയുടെ ഇന്ന് നിങ്ങൾ കാണുന്ന കഅബയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഒരു ഭാഗം മലയാണ്. അത് മലയായിരുന്നു ഈ അടുത്ത കാലം വരെ, 25 കൊല്ലം വരെ. വലിയ ജബൽ കഅബ മല, ആ മലയുടെ ചില ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. കഅബയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ജിദ്ദ റോഡിൻ്റെ ആ ഭാഗത്ത് നിങ്ങളൊന്ന് പോയി കാണുന്നുണ്ട് ഈ കഅബ, ജബൽ കഅബ. അവിടെ നിന്ന് കല്ല് വെട്ടിക്കൊണ്ടുവന്നു. അവിടെ ഇബ്രാഹിം നബി ഒരു വീടുണ്ടാക്കി. അന്ന് കഴിയുന്ന വിധത്തിൽ ഒരു കല്ല് വെച്ച് പടുത്ത് ഒരു ചെറിയ പഴയ വീട് പോലെയുള്ള ആ വീടുണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീട് പണിത് പൂർത്തിയായപ്പോൾ ബാപ്പയും മക്കളും കൂടി മകനും കൂടി പ്രാർത്ഥിച്ചു. അന്ന് ഹാജറയില്ല, ഹാജറക്ക് അത് കാണാൻ യോഗമില്ല, ആയുസ്സുണ്ടായിട്ടില്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സൂറത്തുൽ ബഖറയിൽ കാണാം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മാഈൽ. അല്ലാഹുവിൻ്റെ വീടിനെ തറപടുത്തുയർത്തിക്കൊണ്ട് ഇബ്രാഹിമും ഇസ്മായിലും തറപടുത്തി ഉയർത്തി ആ വീടുണ്ടാക്കിയ സന്ദർഭം നീ ഓർക്കുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണല്ലോ. ഞങ്ങൾ ഈ എടുത്ത ഈ പ്രവർത്തനം നീ കബൂലാക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. നമ്മൾ ഓരോ അമല് ചെയ്യുമ്പോഴും അള്ളാഹുവെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പോലെ അള്ളാഹു താല അത് സ്വീകരിച്ചു. പിന്നീട് അള്ളാഹു താല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. സൂറത്തു ഹജ്ജിൽ കാണാം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം, ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്കണം. പണി കഴിഞ്ഞു, വീടിൻ്റെ പണി കഴിഞ്ഞു, ഹജ്ജിന് വേണ്ടി വിളിക്കണം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഈ വീട് ഉദ്ദേശിച്ച് ഇവിടെ വരിക. നിസ്കാരം നോമ്പൊക്കെ നാട്ടിൽ നിന്നൊക്കെ നിർവഹിക്കണം. പക്ഷേ ഇവിടെ അവർ വന്നിട്ട് ചില കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. അതിനുവേണ്ടി അവരെ വിളിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വാഭാവികമായും സംശയിച്ചു കാണും, ആരെയാണ് വിളിക്കേണ്ടത്? വിജനമായ മരുഭൂമിയിൽ ആരെ വിളിക്കണമെന്നതിന് അദ്ദേഹത്തിന് സംശയം കാണും. അതിന് അള്ളാഹു തആല തന്നെ മറുപടി പറയുകയാണ്, യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കാൽനടയായി വരുന്നവരും മെലിഞ്ഞൊട്ടിയ ദീർഘമായ യാത്ര ചെയ്ത് മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് വരുന്നവരുമായിട്ടുള്ള ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. നീ വിളിക്കണം. അള്ളാഹുവിൻ്റെ ഒരു തുടക്കമാണ് ഹജ്ജിൻ്റെ തുടക്കം. നീ വിളിച്ചോ, ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാൾ വരെ കാൽനടയായിട്ടും പല മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങൾ, അതായിരുന്നു അന്നത്തെ വാഹനം, പിന്നീട് പല വാഹനങ്ങളിലായും വന്നുകൊണ്ടിരിക്കുമെന്ന ഒരു സൂചന ഈ ആയത്തിൽ കൂടി അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. ഇന്നും അത് നടക്കുന്നു, വരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജബൽ അബൂ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ മുകളിലാണ് വിളിക്കാൻ പറ്റിയ സ്ഥലം എന്ന് തോന്നി. അദ്ദേഹം കഅബയുടെ അടുത്തുള്ളൊരു മലയുണ്ട്, അബൂ ഖുബൈസ് മല. നിങ്ങളത് കാണും. കഅബയുടെ 4 ഭാഗത്തും പൊളിച്ചു നീക്കി കഅബയുടെ ഭാഗമാക്കി മാറ്റി. ഒരു ഭാഗം മാത്രം കഅബ ഒരു ഇടുങ്ങിയ സ്ഥലത്ത്, അവിടെയുള്ള ഓഫീസുകളും നിയന്ത്രിക്കുന്ന രാജാക്കന്മാർക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരുടെ വലിയ കെട്ടിടങ്ങളുണ്ട് ഒരു സ്ഥലത്ത്, അജിയാദ് ഭാഗത്ത്. അബൂ ഖുബൈസ് മല ആ ഭാഗത്താണ്. ആ മലയുടെ മുകളിൽ കയറി, അന്ന് അവിടെ ഒന്നും ഇല്ലല്ലോ, കൊട്ടം മലയാണ്. മലയുടെ മുകളിൽ കയറി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു. ആളുകളെ, അള്ളാഹ് ഹജ്ജ് ഫറളാക്കിയിരിക്കുന്നു. ഞാനിവിടെ ഒരു വീട് പണിയെടുത്തിട്ടുണ്ട് അള്ളാഹ്ക്ക് വേണ്ടി, ഇവിടേക്ക് നിങ്ങൾ വരണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നു. ഫഹജ്ജു, ഈ വീട് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വരിക, നിങ്ങൾ ഈ വീട്ടിലേക്ക് വരിക. ആ ഇബ്രാഹിം നബിയുടെ വിളി അല്ലാഹു തആല അന്ന് കേൾപ്പിച്ചവർ അക്കൊല്ലം ഹജ്ജിന് വന്നു. ആ കേട്ടവർ പിന്നീട് മറ്റുള്ളവരെ കേൾപ്പിച്ചു. അങ്ങനെ 4000 കൊല്ലമായി കേട്ടവരെ കേൾപ്പിച്ച് ഇക്കൊല്ലം അള്ളാഹ് നമ്മളെ കാതിൽ ആ വിളി വെച്ചു. ഇബ്രാഹിം നബിയുടെ വിളി നമ്മൾ കേട്ടു. മകനിൽ കൂടി കേട്ടിരിക്കാം, ഭാര്യയിൽ കൂടി, ഭർത്താവിൽ കൂടി, നാട്ടുകാരിൽ കൂടി കേട്ടിരിക്കാം. ഹജ്ജിന് പോരണോ? ഞാൻ കൊല്ലം പണം അടക്കാൻ പോവുകയാണ്. സുഹൃത്ത് പറഞ്ഞു, എന്നാ ഞാനുണ്ട്. അല്ലെങ്കിൽ മകൻ ഗൾഫിൽ നിന്ന് വിളിച്ചു, വാപ്പ നിങ്ങൾ പണം അടച്ചോളി, ഇമ്മങ്ങളും കൂടി ഹജ്ജിന് പോകണം. മകൻ്റെ വിളി രാത്രി അന്തിപ്പാതിരാക്കാണ് ഫോൺ വിളി വന്നത് ഹജ്ജിന് പോകാൻ. ഇബ്രാഹിം നബിയുടെ വിളി അള്ളാഹു ഉദ്ദേശിച്ചവരെ ഓരോരോ കൊല്ലും
അള്ളാഹു ഇങ്ങനെ തിരഞ്ഞെടുത്ത ആളുകളെ അതിഥികളായി തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്തിന്? അവിടെ നിങ്ങൾക്ക് സൽക്കാരമുണ്ട്. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. അള്ളാഹുവിൻ്റെ വീട്ടിൽ വന്ന് അവിടെ പ്രാർത്ഥനയും നിസ്കാരം നിങ്ങളുടെ ദുആവും ഖുർആനോത്തൊക്കെ ഇതരെ നാട്ടിലായിരുന്നല്ലോ. നീ അവിടെ ചെന്ന് കുറച്ച് ദിവസം അവിടെ നിൽക്കി, എന്നിട്ട് കുറച്ച് ദിവസം മിനായിൽ പോയി നിസ്കാരം നോൽമ്പൊക്കെ ആയിട്ട് അവിടെ കൂടി, കുറച്ച് ദിവസം കുറച്ച് നേരം അറഫയിൽ പോയി കൂടി, അവിടെ വന്നാൽ മതി. നിങ്ങൾ നിസ്കാരം നോൽമ്പൊക്കെ നാട്ടിൽ നിന്ന് ചെയ്യേണ്ടതിന് പകരം അറഫയിൽ നിന്ന് ചെയ്തോളി. പിന്നെ മുസ്ദലിഫയിൽ പോയി കിടന്നുറങ്ങിക്കോളി. ഇതുവരെ വീട്ടിലല്ല കിടന്നുറങ്ങിയത്, മുസ്ദലിഫയിൽ പോയി കിടന്നുറങ്ങിക്കോളി. അതൊരു മരുഭൂമിയാണ്, അവിടെ ഉറങ്ങിക്കോളി. അവിടുന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും മിനയിൽ വന്നോളി. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വരാൻ, അള്ളാഹുവിൻ്റെ വീടും ആ വീടിനെ ചുറ്റിപ്പറ്റിയ സ്ഥലങ്ങളിലും വരാനെന്ന് കൽപ്പിച്ചു. അങ്ങനെ ആളുകൾ ഇബ്രാഹിം നബി വിളിച്ചു. ആ വിളി കേട്ട് നമ്മളങ്ങോട്ട് പോവുകയാണ്. അപ്പം ആ തവക്കുല്, ഒരു വിളി, നമ്മുടെ കാതിലുള്ള വിളി. നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹുവിൻ്റെ വീട്ടിൽ വന്നാൽ, നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മൾ കിട്ടുന്നതിൽ നല്ല ഭക്ഷണം അതിഥിക്ക് കൊടുക്കും, അല്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട അതിഥിയാണെങ്കിൽ. അതുപോലെ അള്ളാഹുവിങ്കൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റഹ്മത്തും ബർക്കത്തും എന്താണ്? ഭക്ഷണമല്ല. ആർക്കാ ഭക്ഷണം വേണ്ട ഇപ്പോൾ, അല്ലേ? ആർക്കും വേണ്ട ഭക്ഷണം. ഏറ്റവും മുന്തിയ പഴങ്ങൾ ആർക്കും വേണ്ട. അതൊക്കെ മടുത്തു നമ്മൾ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്നത് എന്താ? മഗ്ഫിറത്തും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്താണ് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, പാപമോചനം. ഇത്രകാലം ജീവിച്ചതൊക്കെ അള്ളാഹു ശുദ്ധീകരിച്ച് തരിക എന്നുള്ളതാണ്. അതാണ് മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ